ഇന്ന് നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ തൊട്ടുകൂട്ടാൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അതിലേക്കായിട്ട് ഒരു കൈപ്പിടി ചേന, കുറച്ച് ചേന കഷ്ണങ്ങൾ കേട്ടോ എടുത്തിട്ട് ഞാൻ വേവിച്ച് പുളിവെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഒരു പ്രത്യേക പേരാണ്. രാമയ്യൻ എന്നാണ് ഈ കറിയുടെ പേര്, ഈ തൊട്ടുകൂട്ടാൻ്റെ പേര്. ഇനി നമുക്ക് ആ ചേന കഷ്ണങ്ങൾ പുളിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒരു ജാറെടുത്ത് അതിലോട്ടിടാം. ഇത് പച്ചയ്ക്ക് അരച്ചുണ്ടാക്കുന്ന ഒരു തൊട്ടുകൂട്ടാനാണ്. പണ്ട് കാലങ്ങളിൽ പാലക്കാട് സൈഡിലൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് ചേന ഒരു പ്രാവശ്യം കറി വെച്ചതന്നെ ചൊറിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ചേഞ്ച് ഇതിൽ വരുത്തിയിട്ടുണ്ട്. ചേന ഒന്ന് വേവിച്ച് കഴുകി പുളിവെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ. പക്ഷേ ഈ കറിയുടെ പേര് രാമയ്യൻ എന്നാണ്. ഈ കറി യഥാർത്ഥമായിട്ട് ചെയ്യുന്നത് പച്ചച്ചേന അരച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി 4 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ചേന ഇട്ടു, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, പാകത്തിന് ഉപ്പിട്ടു. ഇനി കഷ്ടി ഒരു 3/4 കപ്പ് നാളികേരം ഇട്ടു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത് തൈര് കൂട്ടിയിട്ടാണ് കേട്ടോ, നല്ല കട്ട തൈര് കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുക. ആക്ച്വലി ഇതിൻ്റെ സ്വാദ് വന്നിട്ട് നമ്മൾ ഇഞ്ചി പച്ചടിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേ ഒരു ടേസ്റ്റ് തന്നെ. ഇതിൽ ചേന ചേർത്തിട്ടുണ്ട് എന്ന് തോന്നുകയില്ല. എന്തുകൊണ്ടാണ് പണ്ട് ഈ ചേന ചേർത്ത് ഇങ്ങനെ അരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു വിഭവമാണ്. ഇനി നമുക്കിതിലേക്ക് നോർമൽ ചെയ്യുന്ന മാതിരി കടുകും ഉലുവയും കൂടി വറുത്തിടുക കേട്ടോ. കാരണം കറിവേപ്പില നമ്മൾ ജസ്റ്റ് വെറുതെ ഇട്ടുമല്ലോ. ഇനി കറിവേപ്പില ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ കറിവേപ്പിലയും കൂട്ടി വറുത്തിടാം. അപ്പം നമ്മുടെ രാമയ്യൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേര് കേൾക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നുമല്ലേ? പക്ഷേ പണ്ട് അങ്ങനത്തെ കുറേ പേരുള്ള വിഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ രംഗയ്യൻ എന്ന് പറഞ്ഞിട്ടൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് രാമയ്യൻ. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഏറ്റവും ഇത് ചേന ഇതിൽ ചേർത്തിട്ടുണ്ട് എന്ന് അറിയാനേ പറ്റില്ല. ആക്ച്വലി പച്ചച്ചേനയാണ് അരയ്ക്കുക. എനിക്ക് പേടിയുള്ളത് കാരണം ഞാനൊന്ന് വേവിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞ് പുളിവെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അരച്ച് ഇതിൽ ചേർത്തിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.